ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു പുലാവിൻ റെസിപ്പി ആയിട്ടാണ്. സോ റെസിപ്പിയിലേക്ക് പോവാം നമുക്ക്. ആണ് നമ്മുടെ പുലാവിന് വേണ്ടിയിട്ടുള്ള റൈസ്, ബസ്മതി റൈസ് ഞാൻ 1 കപ്പ് വെള്ളത്തിൽ നന്നായി കഴുകിയിട്ട് ഒരു 15 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് അതിൻ്റെ വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, വലിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. വലിയ ക്യാരറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ 2 മീഡിയം സൈസ് ക്യാരറ്റ് എടുക്കുക, ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ കുറച്ച് മല്ലിയില മതി. മല്ലിയില ഇഷ്ടമല്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ക്രഷ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്, പേസ്റ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വെളുത്തുള്ളി വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരു 3 അല്ലിയൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ഉരുളക്കിഴങ്ങും ഒരു 10 ബീൻസുമാണ് എടുത്തിട്ടുള്ളത്. എല്ലാം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു 3 സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഗരം മസാലകൾ നോക്കാം. ഒരു 1/2 ടീസ്പൂൺ സാജീരകം, പിന്നെ ഒരു 2-3 കഷ്ണം കറുവപ്പട്ട, 2 തക്കോലം, പിന്നെ ഒരു 5-8 ഏലക്കായ, ചെറിയ ഏലക്കായ പൊളിച്ച് വെച്ചിരിക്കുന്നത്, ഒരു വലിയ ഏലക്കായ, ബിരിയാണി ഏലക്കായ പൊളിച്ചത്, പിന്നെ ഗ്രാമ്പൂ, പിന്നെ ബേ ലീഫ്. ഇത്രയാണ് ഞാനിടുന്ന ഗരം മസാലകൾ. ഇനിയാണ് ഗ്രീൻ പീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ്. അത് ഫ്രോസൺ ഗ്രീൻ പീസാണ്, കളറൊന്നും ഇല്ലാത്ത ഗ്രീൻ പീസ്. നല്ല ഷോപ്പിംഗ് മാർക്കറ്റ് കോംപ്ലക്സിലൊക്കെ കിട്ടുന്ന, നല്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന നല്ല ഗ്രീൻ പീസാണിത്. ഇനി നമുക്ക് അതിന് വേണ്ട കാഷ്യൂ നട്ടും മുന്തിരിങ്ങ, അത് നമുക്ക് ഇഷ്ടമുള്ളത്രയും എടുക്കാം. ഇനി അതിന് തന്നെ ബിരിയാണി പോട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ബട്ടറാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്തത്. അപ്പം ബട്ടറിലാകുമ്പോൾ അരിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ ഗീ ഒഴിക്കാം. അതിനുശേഷം അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഗരം മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു ഇട്ട് കൊടുത്തു, പിന്നെ ചെറിയ ഏലക്കായ ഇട്ട് കൊടുത്തു, വലിയ ഏലക്കായ ഇട്ടു, പിന്നെ ബേ ലീഫ് ഇട്ടു, തക്കോലം ഇട്ടു, പിന്നെ കറുവപ്പട്ടയും സാജീരകം ഇട്ടു. ഇനി ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ആ ബട്ടറിലേക്ക് ഒന്ന് നന്നായിട്ട് ചേരാനായിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് ഇളക്കി കഴിഞ്ഞ് നല്ല ഫ്ലേവറൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെയും കൂടി പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റാം. പച്ചമണം പോയി കഴിഞ്ഞാൽ ഇനി അടുത്തായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവോള അല്ലെങ്കിൽ 3 സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് എടുത്ത് അതിലേക്ക് ഇടാം. ഇത് ഒരുപാട് ബ്രൗണിഷ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് കുറച്ച് നേരത്തേക്ക് ഒരു 10-20 സെക്കൻഡ് ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്, അതൊന്ന് വാടി കിട്ടാനായിട്ട്. അത് കഴിഞ്ഞ് തുറന്ന് നോക്കി, അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ബാക്കിയുള്ള വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുകയാണ്. ബീൻസ്, പിന്നെ ക്യാരറ്റ്, മല്ലിയില ഇപ്പോൾ ഇടില്ല, അവസാനം ഡെക്കറേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ബീൻസ്, ക്യാരറ്റ്, പൊട്ടറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. വെജിറ്റബിൾസ് വേവാനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പെട്ടെന്ന് വേവുന്ന വെജിറ്റബിൾസാണ്. നമ്മളിതെല്ലാം കൂടി വെള്ളത്തിലിട്ട് വേവിക്കുന്നതുകൊണ്ട് ഒരുപാട് ഇപ്പം വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1/2 കപ്പ് ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അത് ഫ്രോസൺ ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് അങ്ങ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുത്തിട്ട്, ഇനി ആവശ്യത്തിന് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം മീഡിയം ഫ്ലെയിമിൽ. കണ്ടോ, നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് എല്ലാം ഒന്ന്. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന റൈസും കൂടി ഇട്ട് കൊടുത്തു. തീർന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗീ റൈസിൻ്റെ പുലാവിൻ്റെ പരിപാടികൾ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. റൈസും കൂടി ഇട്ടിട്ട് 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം എല്ലാം കൂടെ ജോയിൻ ആയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിക്കുകയാണ്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, അല്ലെങ്കിൽ ചില അരിക്ക് 2.5 കപ്പ് വെള്ളം വേണ്ടി വരും. അത്ര ഒഴിക്കുക. എന്നിട്ട് അതിന് ശേഷം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. ഗരം മസാല ഇട്ടൊരു നാരങ്ങനീര്, ഒരു അരമുറിയുടെ നാരങ്ങനീരും കൂടെ ഒഴിക്കുന്നുണ്ട്. നാരങ്ങനീര് ഒഴിച്ചതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബട്ടർ പീസ് ഇട്ട് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. അല്ലെങ്കിൽ അത് ഹെൽത്ത് നോക്കുന്നവരാണെങ്കിൽ അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതുമാണ്. ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, അരി വേവാനുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഇനി അത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് മാറ്റി വേവിക്കാൻ വെക്കുവാണ്. എന്നിട്ട് അതിനിടയിൽ ഞാൻ അടുത്ത കടായി എടുക്കുന്നുണ്ട്, നമ്മുടെ കാഷ്യൂ നട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ആവശ്യമുള്ള നെയ്യ് ഒഴിക്കുക. കുറച്ച് നെയ്യ് മതിയെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പം അതിനുശേഷം നമ്മൾ കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട് ഒന്ന് ജസ്റ്റ് കളർ ചേഞ്ചായി വരുമ്പോഴത്തേക്ക് മാത്രം നമ്മൾ നമ്മുടെ റൈസിൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് റൈസിൻസും പിന്നെ നെയ്യൊക്കെ കുടിച്ച് വീർത്ത് വരുമ്പോൾ നമ്മൾ രണ്ടും കൂടെ കോരി മാറ്റി വെക്കുന്നുണ്ട്.
ഈ സമയത്തിനുള്ളിൽ എൻ്റെ റൈസ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വെന്തിട്ടുണ്ടെങ്കിൽ ഓഫാക്കി ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ അരി വേഗം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള റൈസാണ്. ഞാനതൊന്ന് ഇളക്കി നോക്കിയപ്പോൾ ഭയങ്കര സോഫ്റ്റാണ്. കാരണം വെജിറ്റബിൾസും ബട്ടറും എല്ലാം കൂടെ ചേർന്ന് കണ്ടോ, വളരെ സോഫ്റ്റായിട്ടുള്ള റൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. ഇത്ര ചെയ്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉള്ളി വേണമെങ്കിൽ വറുത്തിടാവുന്നതാണ്. ഞാൻ ഉള്ളി വറുത്തിട്ടിട്ടില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി കുറച്ച് വറുത്തിടാവുന്നതാണ്. ഞാനിത് കാഷ്യൂവും റൈസിൻസും ഇട്ട് കുറച്ച് മല്ലിയില ഇട്ടാലും മതി. ഒരുപാട് മല്ലിയില വേണമെന്നില്ല. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് അടച്ച് വെച്ചേക്കുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്തേക്കണേ. നമ്മുടെ അടിപൊളി പുലാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല പുലാവാണേ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഓക്കേ. അപ്പം നമ്മുടെ വെജ് പുലാവിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ? എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ലൈക്കും കമൻസും ഒക്കെ കുറച്ചും കൂടെ ചെയ്താൽ എനിക്ക് നല്ല സപ്പോർട്ടാവും. എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓൺലൈൻ സെഷൻ ഉണ്ടായിരുന്നില്ലേ, അതായത് ലൈവ് സെഷന് വന്നിരുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളൊക്കെ ഒരുപാട് സപ്പോർട്ട് എനിക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇനിയും മുന്നോട്ട് വീഡിയോസ് ഇടാൻ പറ്റുന്നത്. പിന്നെ എന്താ, എല്ലാവരും സുഖമായിരിക്കുന്നു വരുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ.